തോന്നിയൊരു ആഗ്രഹമാണ് നമ്മുടെ മദേഴ്സ് വെജ് പ്ലാസയിലെ സദ്യ മീൽ കഴിക്കണം എന്നുള്ളത്. സോ ഞാനപ്പോൾ ഓർഡർ ചെയ്തു. ഞാനല്ല, എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ബർത്ത്ഡേ ട്രീറ്റ് ആയിട്ട് ഓർഡർ ചെയ്ത് തന്നതാണ്. അപ്പോൾ അത് ഓർഡർ ചെയ്തപ്പോൾ വന്നത് ഇങ്ങനെയാണ്. വിത്ത് വാഴ ഇലയാണ് ഈ സാധനം വന്നേക്കുന്നത്. അതുപോലെ തന്നെ വലിയൊരു ബോക്സ് ആണ്. അപ്പോൾ 2 മീൽസ് ഉണ്ട്. 245 ആണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ 160 ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നോർമലി നമുക്ക് ഉണ്ടാകുന്ന സദ്യയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇതെനിക്കൊന്ന് കുറച്ച് വലിയ സദ്യയാണ്. അപ്പം അത് എന്തൊക്കെയാണ് നമുക്കുള്ളതെന്ന് നോക്കാം. അത് നമുക്ക് ഈ വാഴ ഇല എടുത്ത് വെക്കാം. ഫ്രണ്ട്സ്, അപ്പം മൊത്തം പൊട്ടിക്കാനായിട്ട് ഒത്തിരി ടൈം എടുത്തു. കാരണം ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നു. ഇതിലിപ്പം ഞാൻ ഒരാൾക്കുള്ള ഊണാണ്, സദ്യ മീലാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ഇത് 2 പേർക്ക് കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആണ് ഈ സാധനം. ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ചിപ്സ് ഉണ്ട്, ഉപ്പേരി ഉണ്ട്, അതായത് ശർക്കര വരട്ടിയുണ്ട്, അച്ചാർ, ഇഞ്ചി, നാരങ്ങ, മാങ്ങ, പോരാത്തിന് നെല്ലിക്ക അച്ചാറുണ്ട്. പിന്നെ അച്ചടി, കിച്ചടി, പച്ചടി എല്ലാം ഉണ്ട്. എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊന്ന് ഇത് പൈനാപ്പിൾ, നമ്മുടെ വെള്ളരിക്ക, പിന്നെ ഇത് പാവയ്ക്ക, പിന്നെ ഇത് ബീട്രൂട്ട് മിക്സ് ആണെന്ന് തോന്നുന്നു. എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ ക്യാബേജ് ഉപ്പേരി, കൂട്ടുകറി, അവിയൽ, പിന്നെ പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, മോര് കറി, രസം. ഇത് ഇത്രയാണ് കറികളുള്ളത്. ചോറ് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇത്രയും ചോറ് തന്നെ ഇനി ബാലൻസ് ഉണ്ട്. പിന്നെ പഴം ഒക്കെ പറഞ്ഞല്ലോ. പിന്നെ 2 പായസമാണുള്ളത്. സേമിയ പായസം ഉണ്ട്, അടപ്പായസം ഉണ്ട്, ബോളിയും ഉണ്ട്. അപ്പം നമുക്ക് വിശാലമായി കഴിക്കാൻ പറ്റുന്ന ഒരു സദ്യ പറയുമ്പോൾ തന്നെ എനിക്ക് കഴിക്കാനുള്ള ഭയങ്കര ടെൻഡൻസി ഉണ്ട്. കാരണം എല്ലാം കൂടി നല്ല മണം, നമ്മൾ കല്യാണത്തിനൊക്കെ പോയി കഴിക്കുന്ന ഒരു മണം വരുന്നുണ്ട്. സോ നമുക്ക് ഫുഡ് ട്രൈ ചെയ്യാം. നമുക്ക് പരിപ്പിൽ നിന്ന് തുടങ്ങാം. സൂപ്പർ സൂപ്പർ, ഒന്നും പറയില്ല. സൂപ്പർ സാധനം. നമുക്ക് സാമ്പാറും കൂടെ ട്രൈ ചെയ്യാം. പരിപ്പാണ് ഇപ്പോൾ ട്രൈ ചെയ്തത്. കുറച്ച് സാമ്പാറും പപ്പടം അടിപൊളിയാണല്ലോ. കൊള്ളാം. പരിപ്പാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നത്. കൊതി വരുന്നുണ്ട് ടേസ്റ്റ്. അടിപൊളി സദ്യ ഒന്നും പറയില്ല. കാരണം പിന്നെ 245 ഭയങ്കര വർത്താണ്. കാരണം ഇത്രയും സാധനങ്ങൾ അത് 2-3 പേർക്ക് കഴിക്കാൻ അവൈലബിൾ ആയിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. സൂപ്പറാണ്. ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് വിശാലമായി നല്ലപോലെ കഴിച്ചതിന് ശേഷം പായസം ട്രൈ ചെയ്യുമ്പോൾ കാണാം. ഗൈസ്, സദ്യ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സദ്യയായിരുന്നു. അത് നിങ്ങൾക്ക് എൻ്റെ ഇല കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ ഫുള്ള് ഞാനാണ് കഴിച്ചത്. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. സൂപ്പർ സദ്യ, സൂപ്പർ. അപ്പോൾ ഇനി ഞാൻ പായസം ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. പൊതുവേ എനിക്ക് അടപ്പായസം ഇഷ്ടമല്ല. പക്ഷെ ആണെങ്കിൽ ഇത്രയും ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. വളരെ കുറച്ച്. എനിക്ക് വലിയ താല്പര്യമില്ലാത്ത സാധനം ഈ അടപ്പായസം. പഴമുണ്ടല്ലോ. ഗൈസ്, അടപ്പായസം കൊള്ളാം. എനിക്ക് പൊതുവേ ആ സാധനം ഇഷ്ടമല്ല. പക്ഷെ ഇത് അടപ്പായസമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നും. നല്ല സാധനമാണ്. നമുക്ക് ബോളി ട്രൈ ചെയ്ത് നോക്കാം. ഒരു ബോളിയെ വെച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മളിവിടെ ഞാനല്ലാണ്ട് കഴിക്കാൻ വേറെ ആൾക്കാർ കൂടി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ബോളി എടുക്കുന്നുള്ളൂ കേട്ടോ. സേമിയ പായസം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
സൂപ്പർ സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരുപാട് മധുരവും ഇല്ല, ആവശ്യത്തിന് എല്ലാം ചേർന്ന് സൂപ്പറാണ്. അപ്പം എല്ലാ സദ്യയും പോലെ സദ്യ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചോറിലൊഴിച്ച് കഴിക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പുളിശ്ശേരി, മോര്, രസമൊക്കെ കയ്യിലൊഴിച്ച് കുടിക്കാം. രസം അടിപൊളി, രസം അടിപൊളി. ലാസ്റ്റ് പച്ചമുരി. സൂപ്പർ കഴിച്ചു. ഇനി കുറച്ച് ഇഞ്ചി അച്ചാർ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൈജഷൻ നല്ലതായിരിക്കും. അച്ചാറ് സൂപ്പറായിരുന്നു. അപ്പോൾ ഇതാണ് സദ്യ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ പ്രൈസിൽ ഞാൻ കഴിച്ചതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സദ്യയാണിത്. അപ്പോൾ അതിലെ പോകുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.